ചില ആളുകളുണ്ട്, ഞാൻ ഭയങ്കര ഓപ്പണാണ്, ഞാനൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കാറില്ല, എന്നിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ കാര്യങ്ങൾ പോലും എല്ലാവരോടും പറയുന്നൊരു സ്വഭാവമുള്ള ആളുകൾ. സത്യത്തിൽ ഇത് നല്ലൊരു പേഴ്സണാലിറ്റി ആണോ, അതോ ഒരു കാര്യം ആരോടും സംസാരിക്കാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണോ ശരി? നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ആരോടൊക്കെ എങ്ങനെ ഷെയർ ചെയ്യണം, ആരോടൊക്കെ ഷെയർ ചെയ്യരുത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും വിശ്വസ്തരായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ആളുകളോടല്ലാതെ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതിലൊന്നാമത്തേതാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി. പല ആളുകളും കണ്ടിട്ടില്ലേ, അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ഉയർച്ചയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ആക്കിയും സ്റ്റാറ്റസ് ആക്കിയിട്ടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാണാം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചോളൂ, അതിൻ്റെ പിന്നിൽ വലിയൊരു അപകടമുണ്ട്. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു, എത്ര കടമുണ്ട്, എത്ര സേവിങ്സ് ഉണ്ട്, ഈ കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ പോലും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. പണം എന്നത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണം, അതേസമയം തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരു പരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ കണ്ടിട്ടില്ലേ, ആമുഖമായിട്ട് തന്നെ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യണത്? ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ പിന്നിലും ഒരു സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. മനുഷ്യന്മാർ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ട്. നിങ്ങൾ കൂടുതൽ സമ്പാദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര അസൂയ തോന്നും. എന്നാൽ ചിലരോ എനിക്ക് അങ്ങനെ എത്താൻ പറ്റില്ലല്ലോ, എനിക്ക് അത്ര ഇല്ലല്ലോ എന്നുള്ളൊരു വിലയിരുത്തൽ. അപ്പോൾ പണം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാവരോടും തുറന്നു പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ പബ്ലിക്കാക്കുമ്പോൾ പല ആളുകളും നിങ്ങൾ പലതരത്തിലാണ് വിലയിരുത്തുന്നത്. അവിടെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് യാതൊരു വിലയുണ്ടാവില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയുള്ള ആളാണോ എന്നതിനപ്പുറം നിങ്ങൾക്ക് എത്രത്തോളം പണമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിങ്ങളെ വിലയിരുത്തുക. പിന്നീട് ബന്ധങ്ങളിൽ പോലും ഈ ഒരു ഇംബാലൻസ് കാണും. പലരും അവരെ ആശ്രയിക്കാൻ ശ്രമിക്കും, അതേപോലെ തന്നെ യൂസ് ചെയ്യാനും. നിങ്ങൾക്ക് അത്ര ഉണ്ടല്ലോ, അപ്പോൾ എനിക്കിത്ര തന്നൂടെ എന്നുള്ള രൂപത്തിലാണ് അവർ സംസാരിക്കുക. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ സാലറി, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ അവരുടെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടൊക്കെ തുറന്ന് പങ്കുവെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ചില സുഹൃത്തുക്കൾ സന്തോഷിക്കും, അവർ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷേ ചിലർക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നും. ചിലർ പണം കടം ചോദിക്കും, പക്ഷേ ഇല്ലയെന്ന് പറഞ്ഞാലോ ആ ബന്ധത്തിലൊരു വിള്ളൽ സംഭവിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ജോലി സ്ഥലത്ത് ഇയാൾക്ക് ഇത്രമാത്രം പണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലർ അതൊരു റൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതായത് നമുക്ക് ഇത്രയല്ലേ സാലറി കിട്ടുന്നുള്ളൂ, പിന്നെ ഇയാൾക്ക് എങ്ങനെ ഇത്രത്തോളം സമ്പാദിക്കാൻ കഴിയണത്, അതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ കുറുക്ക് വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പബ്ലിക്കാക്കുന്നതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. പണം നമ്മളെ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തെറ്റായ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ സുരക്ഷയെ ബാധിക്കും, സമ്മർദ്ദത്തിന് കാരണമാവും, റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടാക്കും. അതുകൊണ്ട് വ്യക്തിഗത സാമ്പത്തിക സ്ഥിതി പങ്കിടുന്നത് പൂർണ്ണമായും തെറ്റല്ല. പക്ഷേ അത് ആർക്കാണ്, എപ്പോൾ, എത്ര വരെ പറയണം എന്നതറിയുന്നതിലാണ് ബുദ്ധി. ഇനി എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പോരായ്മകൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറിച്ചുള്ള ഭയം. അതൊന്നും മറ്റുള്ളവരോട് അങ്ങനെ തുറന്നു പറയാൻ പാടില്ല. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പോരായ്മകളുണ്ട്, ഭയങ്ങളും ഉണ്ടാവും. പക്ഷേ അതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത്. ചിലപ്പോൾ നമ്മളെല്ലാവരോടത് തുറന്നു പറയുമ്പോൾ അത് നമുക്ക് തന്നെ വിനയാവാറുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ഒരാൾക്ക് 4 ആൾ കൂടുമ്പോൾ സംസാരിക്കാൻ തീരെ കോൺഫിഡൻസ് ഇല്ല, ഒരു ഭയമാണ്. അപ്പോൾ അയാൾ തൻ്റെ ഈ ഇൻസെക്യൂരിറ്റി അയാളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തുറന്നു പറയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സത്യസന്ധരായിട്ടുള്ള സുഹൃത്തുക്കൾ അവർ ഇയാളെ പിന്തുണക്കും, അത് വിരലിലെണ്ണാവുന്നവരെ ഉണ്ടാവുമോ. പക്ഷേ ചിലരെന്ത് ചെയ്യും, അതിനെ പരിഹസിക്കാനുള്ളൊരു ടൂളായിട്ട് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നെഗറ്റിവിറ്റി ബയാസ് എന്നൊരു സൈക്കോളജിക്കൽ സിദ്ധാന്തമുണ്ട്. അതായത് ആളുകൾക്ക് നെഗറ്റീവ് വിവരങ്ങൾ, അതായത് നമ്മുടെ ദുർബലതകളൊക്കെ കൂടുതൽ ശക്തമായിട്ട് ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ നമ്മുടെ ഈ ഒരു പോരായ്മ എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. പലപ്പോഴും നമുക്കൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ തുറന്ന് പറയുന്നുണ്ടാവുക. പക്ഷേ അത് ഒരു റിയൽ സർക്കിളിലേക്കല്ല നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ അത് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചുരുക്കം ചില ഫ്രണ്ട്സുകൾ നമ്മളെ സപ്പോർട്ടാക്കുകയും നമ്മളുടെ ആ ഒരു പോരായ്മയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ നമുക്ക് അത്രയും വിശ്വസ്തരായിട്ടുള്ള, നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് കിട്ടും എന്ന് തോന്നുന്ന ഫ്രണ്ട്സുകളോട് മാത്രം ഷെയർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി
നമ്മൾ കുറച്ച് ആലോചിച്ച് മാത്രം ഷെയർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിലെ സ്വകാര്യ പ്രശ്നങ്ങൾ. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ എല്ലാവരും പബ്ലിക് ആവണമെന്നില്ല. ആരും അറിയാത്തതുണ്ടാവും, വലിയ പ്രശ്നങ്ങൾ തന്നെ വീടിനകത്തൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും പുറത്ത് ആരും അറിയില്ല. എന്നാലോ ഒരു ചെറിയ പ്രശ്നം പോലും വീട്ടിനകത്തുണ്ടായി കഴിഞ്ഞാൽ അതിനെ പുറത്തെത്തിക്കാനുള്ളൊരു വ്യഗ്രതയുള്ള ചില ആളുകളുണ്ട്. ഇത് ഭയങ്കര അപകടമാണ്. ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ പ്രശ്നം അത് മറ്റുള്ള കുറേ പേരെ ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കാക്കുന്നതിലൂടെ ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടുണ്ട്, അതിനെ തന്നെ കാര്യമായിട്ട് ഇത് ബാധിക്കും. ഇനിയിപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടി പുറത്ത് പറയാമെന്ന് വിചാരിക്കുക. ചില ആളുകൾ എന്ത് ചെയ്യും, രണ്ട് കൂട്ടരുണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അടി ഉണ്ടാകുമ്പോൾ. ഈ രണ്ട് ഭാഗത്തുള്ള പ്രശ്നങ്ങൾ കേൾക്കാതെ ഒരു ഭാഗം മാത്രം കേട്ട് വിലയിരുത്തും. അവർക്ക് പ്രശ്നം എന്താണെന്ന് പോലും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഇടയാക്കും. ഇനി ഇത്തരത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പുറത്ത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആ ഒരു പ്രശ്നത്തെ വീണ്ടും വീണ്ടും ഓർമ്മിക്കും. അത് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ സ്ട്രെസ്സ് കൂടും, കോർട്ടിസോൾ വർദ്ധിക്കും. അതിലൂടെ നമുക്ക് ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു വ്യക്തി അവരുടെ സ്പോസിനോടുള്ള പ്രശ്നങ്ങൾ എല്ലാവരോടും പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലരെന്ത് ചെയ്യും, ഒരാളുടെ പക്ഷം മാത്രം നിൽക്കും, പ്രശ്നം എന്താണെന്ന് പൂർണ്ണമായിട്ട് പോലും മനസ്സിലാക്കാതെ. പിന്നീട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാലും ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്താണ്, ഒരു നെഗറ്റീവ് ഇമേജ് ഉണരും. അവരിപ്പോൾ എത്ര നന്നായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്നുള്ള രൂപത്തിലൊരു സംസാരം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അതേപോലെ തന്നെ പാരൻസും കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ തന്നെ അത് ബാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെന്ത് ചെയ്യും, ആ കുട്ടിയെ ആ തരത്തിൽ ലേബൽ ചെയ്യാനും ശ്രമിക്കും. അവൻ അങ്ങനെയുള്ളൊരു കുട്ടിയല്ലേ, അല്ലെങ്കിൽ അവൾ അങ്ങനെയുള്ളൊരു കുട്ടിയല്ലേ, അവരെ പാരൻസ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പം എന്താ എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും സ്വകാര്യതയും മാനവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പുറത്തുള്ള തെറ്റായ ആളുകളുടെ സ്വാധീനം നമ്മളെ കുടുംബത്തിലേക്ക് വരാതിരിക്കാനും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. എല്ലാ ആളുകളോടും പറയാതെ ഒരു ട്രസ്റ്റഡ് സർക്കിൾ, അതായത് നമുക്ക് വിശ്വസ്തരായിട്ടുള്ള, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇവരാണിത് കേൾക്കേണ്ടത്, ഇവരോട് പറഞ്ഞാലേ നമുക്ക് കാര്യം ഉണ്ടാവൂ എന്ന് തോന്നുന്ന ഒരു സർക്കിൾ ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് മാത്രം ഇത് ഷെയർ ചെയ്യാം. അതല്ല അവിടെ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. അങ്ങനെ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ചെറിയൊരു റിലീഫ് ഉണ്ടാവാം. അത് ടെമ്പററി റിലീഫ് മാത്രമാണ്, പക്ഷെ അത് ലോങ് ടേമിലേക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാം, ബന്ധത്തിലെ വിള്ളൽ, മറ്റുള്ളവരുടെ തെറ്റായ അഭിപ്രായങ്ങൾ, അതൊക്കെ കൂടുതൽ ഗുരുതരാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ന്യൂനതകളും കുടുംബത്തിലെ പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ശരിയായ രീതിയിൽ നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ആളുകളോട് മാത്രം ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ കുറച്ച് സൂക്ഷ്മത നമ്മൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർക്കിളിലുള്ള ആളുകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുരക്ഷ നമ്മളിലൂടെ തന്നെ ഉറപ്പാക്കാൻ കഴിയും. ഇനി മുതൽ ഈ 3 കാര്യങ്ങൾ ആരോടത്തും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും എന്ന് തോന്നുന്നവർക്ക് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാത്തടത്ത് മൗനം പാലിക്കുക. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.